ശക്തരായ ജർമ്മനി വീണു ആൻഡ് ഇക്വഡോർ അടിച്ചു 2-1. അതും 2 മിനിറ്റിൽ സാനയുടെ ഗോള്, 9ാമത്തെ മിനിറ്റിൽ കംബാക്ക്, അതായത് അങ്കോളോട് അടി. 77ാമത്തെ മിനിറ്റ് പ്ലാത്ത പുള്ളി ലിറ്ററലി ഗോൾ കീപ്പറിന്റെ കയ്യിൽ നിന്ന്, ലിറ്ററലി നോയറിന്റെ കയ്യിൽ നിന്ന് ഗോൾ അടിച്ചിട്ടിട്ട് പോയി. ആൻഡ് ഓൾ തിങ്സ് കൺസിഡേർഡ് ആ ഫസ്റ്റ് ഗോള്, സാനയുടെ ഗോള്, ലീഡപ്പിലുള്ള സാധനം ക്വസ്റ്റ്യനബിൾ. ഹൈവൂട്ടായിരുന്നില്ലേ അത് ഫൗള് വിളിച്ചിരുന്നെങ്കിൽ 2-0 കളി. ആൻഡ് ഇപ്പോൾ മറ്റേ ഇക്വഡോർ ഫുള്ള് ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ കളിച്ചുകൊണ്ട് ജയിച്ചാന്ന് പറയുകയാണെങ്കിൽ ആ 9ാമത്തെ മിനിറ്റ് ഗോളെന്ന് പറഞ്ഞില്ലേ, അതായത് ജർമ്മനി ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു 20 മിനിറ്റ് നോക്കട്ടെ, ജർമ്മനിനെ പുഷ് ചെയ്ത് അപ്പുറത്ത് എത്തിവെച്ച് ഹൈഡ്രേഷൻ ബ്രേക്കിന് ജസ്റ്റ് മുമ്പേ വരെ. ആൻഡ് ഇക്വഡോർ പ്ലേഡ് റിയലി വെൽ. അവസാനം ഇപ്പോൾ ബോക്സ് അങ്ങോട്ട് ഫ്ലഡ് ചെയ്ത് നിങ്ങൾക്ക് കയറാൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് പൂട്ടിക്കളഞ്ഞ് അവർക്ക് ഈ കളി ജയിക്കണമായിരുന്നു. അതായത് മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു ഒബ്വിയസ്ലി ആ ഗ്രൂപ്പിൽ നിന്ന് കയറണമെങ്കിൽ. ആൻഡ് അവരങ്ങനെ തന്നെ കളിച്ചു, അത് കാണാൻ എന്ത് രസമുണ്ടായി. ഇപ്പോൾ ഐവറി കോസ്റ്റ് കുറാസാവിനെ പൊട്ടിച്ചു. സോ 6 പോയിന്റ് 4 പോയിന്റ്, ഗ്രൂപ്പ് സൂപ്പർ ഫിനിഷ്. ആൻഡ് ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറാസാവിനായിട്ട് ഒരു ഗോൾ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആ ഗോൾ വാങ്ങിക്കരുതായിരുന്നു. ഇപ്പം 3 കളിയിൽ മൊത്തം 4 ഗോൾ വാങ്ങിച്ചു, 3 കളിയിലും ക്ലീൻ ഷീറ്റ് ഇല്ല. ആൻഡ് ഫസ്റ്റ് 30 മിനിറ്റ്സിൽ 3 കളിയിലും ഓരോ ഗോൾ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സ്ലോട്ടർ ബാക്ക് ഉണ്ടായിരുന്നില്ല, ഐ മീൻ ഇഞ്ചറിയാണ്, ഡിഫൻസ് മാറി, റൂഡിഗറാണ് കളിച്ചത്, പിന്നെ തിയാവ് ഇറങ്ങി. പക്ഷേ ഇത് പോരാ, ആ ബാക്ക് എന്തെങ്കിലും ചെയ്യണം. ആൻഡ് അറ്റാക്കിംഗ് ലൈൻ എനിക്കറിയില്ല, ചിലപ്പോൾ ഐ മീൻ പെർഫെക്റ്റ് ആയിരിക്കാം, ഇനിയും നല്ലോണം കളിക്കാൻ പറ്റുന്ന ലൈനപ്പ് ആയിരിക്കാം. പക്ഷേ ഡിഫൻസ് തുടക്കം തൊട്ടേ ഡിഫൻസ് കുറച്ച് സീനുണ്ട്.